all, assalamu alaikum warahmatullahi wabarakatuh. Welcome back to our channel. Okay, set up. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കുറേ ദിവസമായിട്ട് നമ്മൾ ഫസ്റ്റ് ഇയേഴ്സൊക്കെ കാത്തിരിക്കുന്ന ഒരു ഡേ ആണ് കേട്ടോ. എന്താണെന്നല്ലേ, ഞങ്ങളുടെ കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആണ്. ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങൾക്ക് ഫ്രഷേഴ്സ് ഡേ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം തിരക്കിലായിരുന്നു. ഞാൻ വല്ലതും ഉണ്ടോയെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എന്തെങ്കിലും കാണും പരിപാടിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഫുഡ് കൊണ്ടുപോകണില്ല, പക്ഷെ കുട്ടികൾക്ക് ചോറ് വെച്ചിട്ട് സാധനങ്ങളൊക്കെ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനൊരു സാലഡാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് പോണത്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ബ്രൊക്കോളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കഴിക്കാൻ പറ്റുന്ന പോലെ സാലഡ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ബ്രൊക്കോളിയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും വേസ്റ്റ് ആക്കാനില്ല. ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രമേ കളയുള്ളൂ, ബാക്കി ഫുള്ള് എടുക്കും. അല്ലെങ്കിൽ ഇടക്കിടക്ക് ബ്രൊക്കോളി വെക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വാങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഇത് അന്ന് ലുലു പോയപ്പോൾ പിന്നെ വാങ്ങി വെച്ചതാണ് കേട്ടോ. ഇതിൽ സൂപ്പ് ഉണ്ടാക്കും. എന്ത് ടേസ്റ്റാണെന്നറിയോ? കുറേ ആയി ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട്. നല്ല ഫ്രഷ് ബ്രൊക്കോളിയാണ് വാങ്ങി വെച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ 3-4 ദിവസമായി, പക്ഷെ ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത് അടുത്തത് ബീട്രൂട്ട് വെച്ചിട്ട് നമ്മളൊരു നല്ല അടിപൊളി ഒരു സാലഡ് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. ബീട്രൂട്ട് വന്നിട്ട് ഇപ്പോൾ മാമാർത്തിൻ്റെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് വേണം പറയാൻ. അതായത് ബീട്രൂട്ട് മോയ്സ്ചർ തെറാപ്പി ലിപ് ബാം അവർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതിലിത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് വന്നിട്ട് ആ ഒരു ലിപ് ബാമില്ലേ നമ്മുടെ സ്കിന്നിനെ, അതായത് ലിപ്പിനെ നൊറിഷ് ചെയ്ത് ഡ്രൈ ചാപ്ഡ് ആയിട്ടുള്ള ലിപ്സിനൊക്കെ മാറ്റി ഗ്ലോസി ആൻഡ് ഷിയർ ടിൻറ്റ് നൽകുന്നുണ്ട്. പിന്നെ ഫ്രഷ് മോർണിംഗ് ഗ്ലോവും കൂടെ കിട്ടും. അമ്മി പോയിട്ടില്ല കേട്ടോ, കുട്ടി പോയി കിടന്നു. അമ്മി പോയിട്ടില്ല, തരാം. കുട്ടി പോയി കിടക്കാം, അവിടെ പോയി സോഫയിൽ പോയിരിക്കാം. അമ്മി കൊണ്ടുവരാം, പോയിക്കോ. അപ്പോൾ ഇനിയിപ്പോൾ ഇടയിൽ കൂടെ വന്നിട്ട് ഒന്ന് റെഡി ആവണം കേട്ടോ. അപ്പോൾ എൻ്റെ ലിപ് കെയർ ഉണ്ടല്ലോ, ഇതാണ് മാമാർത്തിൻ്റെ ബീട്രൂട്ട് മോയ്സ്ചർ തെറാപ്പി ലിപ് ബാം കേട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കേജിങ്ങിലാണ് കേട്ടോ വരുന്നത്. നമുക്ക് പുറത്തേക്കൊക്കെ കൊണ്ടുപോകാനും യൂസ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ്. ഈ ഒരു പിങ്ക് കളർ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കി ആണ്, അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആണ്, എൻറിച്ചഡ് വിത്ത് ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്. എൻ്റെ ലിപ്സിന് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഹൈഡ്രേറ്റ് ആക്കിയിട്ട് ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ലൊരു ടിൻറ്റ് ഉണ്ട്, ഒരു പിങ്ക് ഷെയ്ഡ്. മാമാർത്തിൻ്റെ ബീട്രൂട്ടിൻ്റെ മാത്രമല്ല ഉള്ളത്, ചെറിയ മോയ്സ്ചർ തെറാപ്പി ഉണ്ട്, അതുപോലെ വൈറ്റമിൻ സി മോയ്സ്ചർ തെറാപ്പി ലിപ് ബാമും കൂടി ഉണ്ട്. ഈ മാമാർത്തിൻ്റെ വൈറ്റമിൻ സി മോയ്സ്ചർ തെറാപ്പി ലിപ് ബാം SPF 50 നമുക്ക് കോളേജിലേക്ക് നല്ല സണ്ണി ഡേയ്സ് കോളേജിൽ പോകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് നിലനിർത്തും. അപ്പോൾ മാമാർത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം എന്താണെന്നറിയോ, നമുക്ക് എന്താണോ വേണ്ടത് അത് അവർ ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവരും കേട്ടോ. എനിക്ക് ഈ ഒരു മോയ്സ്ചർ തെറാപ്പി ലിപ് ബാം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡിബിൾ പോലെയും കൂടിയാണ്. അപ്പോൾ മാമാർത്തിൻ്റെ ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ എല്ലാറ്റിലും അവൈലബിൾ ആണ്. അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് 20% ഡിസ്കൗണ്ട് കിട്ടാനും വേണ്ടിയിട്ട് എൻ്റെ കൂപ്പൺ കോഡായ SILU 2024 എന്ന് കൊടുത്താൽ മതി. അതുപോലെ നിയർ ബൈ സ്റ്റോഴ്സിലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ട് പറയുക. നിങ്ങൾ പിന്നീട് എന്നോട് താങ്ക്സ് പറയും. അത്രയും അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് എല്ലാം തന്നെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ല കട്ട തൈരില്ലേ, അതാണ് കേട്ടോ എപ്പോഴും സാലഡിന് എടുക്കുക. അത് പുളിപ്പുണ്ടാവൂല, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ എന്ത് ടേസ്റ്റാണോ ആഡ് ചെയ്യുന്നത് ആ ഒരു ടേസ്റ്റ് ആയിരിക്കും അതിലേക്ക് വരും. പച്ചമുളക് ദേ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഐസ്ബർഗ്, ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ബീട്രൂട്ട്. സ്കിന്നിനൊക്കെ നല്ലതാട്ടോ നമ്മുടെ ബീട്രൂട്ട്. ഞാൻ മിക്കവാറും കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലേ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തൈര് മതിയായില്ലെങ്കിൽ കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുക്കും. തൈര് പോരാ, പിന്നെ കുറച്ചും കൂടെ തൈര് ഒഴിച്ചു. ഇതിനൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് ഞാൻ നോക്കേണ്ടത് ഫോൺ ചാർജിന് വെക്കുന്നത്.
എപ്പോഴും മറന്നു പോകട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, ആമസോണിൽ നിന്ന് ഡ്യൂറാസെലിൻ്റെ പവർ ബാങ്ക് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോളേജിൽ പോയി തിരിച്ച് വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും, ഫോണിൽ എപ്പോഴും ചാർജ് നിൽക്കില്ല. പക്ഷെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എപ്പോഴും സ്ലീക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള പവർ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ബാഗിൽ കൊണ്ടുപോകാനും ഈസി ആയിരിക്കുമല്ലോ. ഇത് വന്നിട്ട് ലിഥിയം ബാറ്ററിയാണ്, അടിപൊളി സാധനമാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തൊരു റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. ഡ്യൂറാസെലിൻ്റെ 20,000 mAh പവർ ബാങ്ക് ആണ് കേട്ടോ. ഇതിൽ വന്നിട്ട് 2 USB പോർട്ട് ഉണ്ട്. ഒന്ന് വന്നിട്ട് C ടൈപ്പും പിന്നെ ഒന്ന് മൈക്രോ USB ആണ് കേട്ടോ. ഇതിൽ നമുക്ക് ഒരേ സമയം 3 ഡിവൈസ് 4000 mAhൻ്റെ ബാറ്ററി ഉള്ളത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ നമുക്കിത് വന്നിട്ട് ഒരു 7 hours ചാർജ് വെച്ചാൽ മതി, നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഓട്ടോ ഡിറ്റക്റ്റ് ഡിവൈസാണ്, അത് പെട്ടെന്ന് അങ്ങനെ കണക്റ്റ് ആയ ഡിവൈസിനെ കണ്ടുപിടിക്കും. പിന്നെ അതുപോലെ അൾട്രാ പ്രൊട്ടക്ഷൻ ഉണ്ട്, അതായത് ഷോർട്ട് സർക്യൂട്ട്, ഓവർ ടെമ്പറേച്ചർ ആവാം, പിന്നെ ഓവർ വോൾട്ടേജ് അതുപോലെയുള്ളതൊക്കെ അൾട്രാ പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു LED ലൈറ്റ് വന്നിട്ട് ബാറ്ററീൻ്റെ ലെവലൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ ഒരേ സമയം നമുക്ക് 3 എണ്ണം ഇതുപോലെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ആമസോണിനാണ് വാങ്ങിച്ചത്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടാ. ഈ ലൈറ്റർ ഞാൻ തമ്മിൽ എന്തോ ശത്രുതയുണ്ട് കേട്ടാ, ആവണില്ലാന്ന്. ഓ ആയി. അപ്പോൾ ദേ അള്ളാൻ്റെ സ്റ്റോയാ ഒരാച്ചടി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബ്രൊക്കോളി ഇടാം. താഴെ വെച്ച് അത്ര വെള്ളം ഉണ്ടാവും വിചാരിച്ചില്ല. ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബ്രൊക്കോളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഗാർലിക് പൗഡറും കൂടി ഇട്ടാൽ സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രൊക്കോളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഓക്കെ സെറ്റ്. ഇനിയിപ്പോൾ അതെടുത്തിട്ട് പോവാം. ആക്ച്വലി ഇത്രയും വേകാൻ പാടില്ല, പക്ഷേ സംഭവം അത് വെന്തു, കുഴപ്പമില്ല അല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ തന്നെയല്ലേ. ഇതൊരു ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോഴാണോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ സലാഡ് കുറച്ച് ഉപ്പിടണം, എരിവ് കൂടിയിട്ടിട്ട്, അതുകൊണ്ട് നമുക്ക് മുളകെടുത്ത് കളയാം. ബാക്കിയുള്ളവർക്കൊക്കെ എരിവ് പാകമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സാധനം എരിവ് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഇനിയിപ്പോൾ എടുത്തിട്ട് കളഞ്ഞിട്ട് കാര്യമില്ല തോന്നുന്നു. പേര് മൂടിയൊക്കെ മറന്നു. പപ്പായ കേട്ടോ, പപ്പായ കുറച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ ബോൾ പോലെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും ഈസി ആയിരിക്കും പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടിഫിനിലാക്കാട്ടാ. ചോറ് എങ്ങനെയാണ് വെക്കുന്നത്, ഇതിൻ്റെ കൂടെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കും. കുട്ടി പോയി കഴിച്ചാ ചോറ് വേണോ? എൻ്റെ കുട്ടിക്ക് ചോറ് കൊടുത്തില്ലേ ഞാന്. വാ സൂപ്പർ. ശരി 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 എന്നാ ഓക്കെ. എല്ലാവർക്കും ഉള്ളതാക്കിയിട്ടുണ്ട്. ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ആദ്യമായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ക്ലാസ് റൂം. പിന്നെ ഇന്ന് നമുക്ക് ഫ്രഷേഴ്സ് ഡേ ആണ് കേട്ടോ. വൈകുന്നേരമല്ല, ഉച്ചയ്ക്ക് ഒരു 2-1:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് ചോദിക്കാം കേട്ടോ. ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാരാണ് കുട്ടി? പേര് പറ. അനുഷ. ഇതാണ് അനുഷ. അപ്പം പൂച്ചക്കണ്ണിയാണ് കേട്ടോ. പൂച്ചക്കണ്ണി. ഇതാണ് നമ്മുടെ സ്വന്തം പാട്ടുകാരൻ മനു. നന്ദി നമസ്കാരം. നിഷ ചേച്ചി സുന്ദരിയാണ് കേട്ടോ. ഞങ്ങളുടെ ക്ലാസ്സിലെ സായി പല്ലവി. ഇവിടെ വന്നിട്ട് ഇവരെന്താ ചെയ്യണമെന്നറിയോ? വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എന്തോ ചെയ്യുന്ന പോലെ അഭിനയിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതൊന്നും ടിവിയിൽ വരത്തില്ലല്ലോ. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഇതാണ് നമ്മുടെ സ്വന്തം ഫ്രം തമിഴ്നാട് ആനന്ദി. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പേര് പറ. പൂജ. അടിപൊളിയായിട്ട് കീബോർഡ് വായിക്കും. ഇതാണ് നമ്മുടെ വണ്ടി ദാതാവ്. വൈകുന്നേരം ഞങ്ങൾ റോഡിലേക്ക് കൊണ്ടുവിടുന്നത് നമ്മുടെ സ്വന്തം ഷെയ്ക്ക.
ചില സമയമുണ്ടല്ലോ കരയും. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ സമാധാനം വിചാരിക്കും ഞാനത് അടിച്ചു പൊളിക്കുകയാണ്. അടിച്ചു പൊളിയുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ അത്ര ശബ്ദത്തിലാണ് ഞാൻ മൈക്കെടുത്ത് വായിട്ടുണ്ട്. ഇത് സ്ഥിരമൊന്നല്ലേ? അത് സ്ഥിരമല്ല, വല്ലപ്പോഴും സമയം കിട്ടുമ്പോ മാത്രം. പിന്നെ എന്നാന്നറിയത്തില്ല, കർത്താവിന്റെ കൃപ കൊണ്ട് എനിക്ക് എപ്പോഴും സമയം കിട്ടും. സത്യം പറയാം, എന്റെ മൈക്ക് താഴ്ത്തില്ല. ഇവരെടുത്ത് താഴ്ത്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന കേസ്. എന്നിട്ട് ഇതെന്താ സാധനം താഴ്ത്തില്ലേ? ഇത് തിന്നാനല്ല വായ കാണിക്കുന്നത്. ഇത് മൈക്കാണെന്ന് നിങ്ങൾ പാടുന്നവര് കയ്യിൽ വെച്ചോ? ഇങ്ങനെയൊന്നും അല്ലടാ, നമുക്കിന്ന് പോണ്ടേ? വീഡിയോ വരുമ്പോഴേ കേൾക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ? ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ വന്നിരിക്കുകയാണ് കേസ്. പിടിച്ചൊന്നാ ഇവരൊക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്നേഹനിധിയായിട്ടുള്ള കാർത്തികാമ്മ. ഞങ്ങളെങ്ങനെ സ്നേഹിക്കുന്നത് ചോദിക്കും. ഞങ്ങൾക്ക് സെമിനാറിൽ നിന്ന് ഞങ്ങളെ വളർത്തി സ്നേഹിക്കുന്നു. അതിലൂടെ ഞങ്ങളുടെ മാർക്കുകൾ ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ മാഡത്തിന്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുഡ് കഴിക്കാൻ ക്ലാസ്സിൽ നിന്ന് കഴിക്കാൻ പറ്റൂല. ക്യാൻറ്റീനിലേക്ക് പോകണം. നീ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഏത് വൈബ്? അമ്പാനി വൈബ്. ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അതാണ് കയ്യിൽ ഇതാണ് നമ്മുടെ നവീന ചേച്ചി. നവീന ചേച്ചിയോട് ആരും ചോദിച്ചത്ര എന്താണ് ഫുട്ബോൾ കളിക്കുന്നത്? വോളിബോൾ. വോളിബോൾ കയ്യിലുണ്ട്. പറയട്ടെ? ഇപ്പൊ റിവീൽ ചെയ്യാനായില്ല. ഒരു സംഭവമുണ്ട്, ഞങ്ങൾ പറയാം. അതെ, പറയൂലെന്ന്. എത്ര വയസ്സ് ചോദിക്കാന്ന് കേട്ടോ. പക്ഷെ കണ്ട തോന്നില്ല കേട്ടോ. സുന്ദരിയാന്നറിയോ? ഈ ചിക്കൻ ഫുള്ള് കഴിക്കൂല കേട്ടോ. കുറച്ച് കഴിക്കൂല. പഴയ ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ലിപ്സ്റ്റിക് കൂടുതലാണോ? ലിപ്സ്റ്റിക് ബക്കറ്റിൽ ഒഴിച്ചിട്ട് ചുണ്ട് അതിനകത്ത് മുക്കെടുത്തോലുണ്ട്. ഇവൾക്കൊരു ലിപ്സ്റ്റിക് ഇടുന്ന പരിപാടിയാണ്. തലചീവി കൊടുക്കുന്നത് കുട്ടിയെടുത്തത്. നമ്മുടെ ദീപം കുടുംബശ്രീയിലെ അംഗമായ
പിന്നെ സുശീല അവറുകളുടെ കുടവടി മത്സരമാണ്, കുടമുകുത്ത മത്സരം ആണ് ഇനി നടക്കാൻ പോകുന്നത്. കുടമുതടി കുടമുതടി കുടത്തി പെണ്ണേ, കുടത്തിന്റെ വില പറയടി കുടത്തി പെണ്ണേ. വെള്ളവട്ട സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. துலா தொட்டில் உன்னை வைத்து நிகர் செய்ய பொன்னை வைத்தால் துலாபாரம் தோற்காதோ பேரழகே. முகம் பார்த்து பேசும் முன்னே முதல் காதல் சிந்தும் கண்ணே, அடைக்காமல் போவேனோ உயிரே. जीवर जियो जो है समा, कल हो न हो हर पल यहाँ, जीवर जियो. आगे तोड़ लाओ चांदनी से नूर की, घूंघट ही बना लो रोशनी से नूर की. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കോളേജിൽ ഇത്രയും നന്നായിട്ട് പാട്ട് പാടുന്ന, നന്നായി ഡാൻസ് കളിക്കുന്ന കുട്ടികളുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ ഹാപ്പി.